2019 ആസിഫ് അലി, വീണ നന്ദകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെട്ടിയോളാണ് എൻ്റെ മാലാഖ. ബേസിൽ ജോസഫ്, ജാഫർ ഇടുക്കി, മാല പാർവതി എന്നിവരൊക്കെ ഇതിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഒരു നാട്ടിൻ പുറത്തുകാരൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു 35-കാരൻ സ്ലീവാച്ചൻ. എന്നാൽ അയാൾക്ക് വിവാഹ ജീവിതം നയിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്ലീവാച്ചൻ്റെ അമ്മച്ചി വീട്ടിൽ ഒന്ന് തല കറങ്ങി വീഴുകയാണ്. അന്നേരം സ്ലീവാച്ചന് മനസ്സിലാവുകയാണ് താൻ ഇല്ലാത്ത സമയങ്ങളിൽ അമ്മച്ചിയെ നോക്കാൻ ഒരാൾ വേണം. അങ്ങനെ സ്ലീവാച്ചൻ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, അമ്മച്ചിയെ നോക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഈ സ്ലീവാച്ചൻ റിൻസി എന്നൊരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്ലീവാച്ചനെ സംബന്ധിച്ചോളം പെണ്ണ് എന്ന് പറയുന്നത് അമ്മ അല്ലെങ്കിൽ പെങ്ങൾ, ഇതിനപ്പുറത്ത് ഒരു പെണ്ണിന് ഒരു ബന്ധം കൊടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. സ്ലീവാച്ചന് റിൻസിയെ ഇഷ്ടമാണെങ്കിലും അയാൾക്ക് അവളോട് ഒരു പ്രണയമുണ്ട് എങ്കിൽ പോലും അത് പ്രകടമാക്കാൻ അയാൾക്ക് എന്തോ ഒരു ഭയം പോലെയോ ഒക്കെയാണ്. എന്നാൽ റിൻസി സ്ലീവാച്ചനോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്ലീവാച്ചന് മാനസികമായും ശാരീരികമായും റിൻസിയോട് അടുക്കാൻ സാധിക്കുന്നില്ല. അത് പല അസ്വസ്ഥതകളും റിൻസിയിൽ ഉളവാക്കുന്നുമുണ്ട്. ഇങ്ങനെ ഇരിക്കെ സ്ലീവാച്ചൻ്റെ സുഹൃത്ത്, അത് സജീവൻ എന്ന് പറയുന്ന നാട്ടിലെ ഒരു ബാർബർ, സ്ലീവാച്ചൻ്റെ സുഹൃത്തും കൂടിയാണ്. അയാളുടെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റായ ചില ഉപദേശങ്ങൾ കേട്ടിട്ട് സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്തേക്ക് പോവുകയാണ്. മദ്യപിച്ച് എത്തിയ അയാൾ ഒരു ലവ് മേക്കിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്തിച്ചേരുന്നത് ഒരു റേപ്പിലേക്കാണ്. എന്നാൽ അത് വേണം എന്ന് കരുതിയല്ല ഒരിക്കലും സ്ലീവാച്ചൻ അത് ചെയ്തത്. തൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് തൻ്റെ ആ ഒരു ശാരീരിക ബന്ധം എന്നുള്ള ആ ഒരു സ്നേഹത്തെ ഒരു റേപ്പിലേക്ക് എത്തിച്ചേരാൻ കാരണമായത്. എന്നാൽ ഇതിന് ശേഷം റിൻസിക്ക് ആ ബന്ധത്തിൽ തുടരാൻ മാനസികമായി കഴിയുന്നില്ല. അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം എന്നൊക്കെ അമ്മച്ചിയോടും സ്ലീവാച്ചനോടും അവൾ പറയുന്നു. എന്നാൽ ഇടവകയിലെ ധ്യാനത്തിന് ശേഷം അവളെ കൊണ്ടുവിടും എന്ന് സ്ലീവാച്ചനും തീരുമാനമെടുക്കുന്നു. അങ്ങനെ റിൻസി ആ വീട്ടിൽ നിൽക്കുകയാണ്. അതിനുശേഷം സ്ലീവാച്ചൻ്റെ ഒരു സുഹൃത്തിന് ഒരു പ്രണയബന്ധമുണ്ടാകുകയാണ്. എന്നാൽ അത് അവളുടെ ആ പെൺകുട്ടികളുടെ വീട്ടിൽ അറിയുകയും അതൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുമ്പം സ്ലീവാച്ചൻ ആ ഒരു കാര്യത്തിൽ ഇടപെടുകയും തൻ്റെ സുഹൃത്തിൻ്റെ പ്രണയബന്ധത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യുകയും സ്ലീവാച്ചൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ റിൻസിക്ക് മനസ്സിലാവുകയാണ് സ്ലീവാച്ചൻ്റെ ഉള്ളിലും ഈ പ്രണയവും ഈ എല്ലാ സ്നേഹവും തന്നോടുമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും സ്ലീവാച്ചൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് റിൻസി തിരിച്ചറിയുകയാണ്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിലുണ്ടായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാനസികമായ ട്രോമയിൽ നിന്നുമൊക്കെയാണ് റിൻസി ആ ബന്ധം വേർപെടുത്തണമെന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റിൻസിയുടെ ഉള്ളിലും സ്ലീവാച്ചനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും പ്രണയവും ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ ഇടവകയിലെ ധ്യാനത്തിന് ശേഷം സ്ലീവാച്ചൻ റിൻസിയെ തൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് പലരിൽ നിന്നും സ്ലീവാച്ചൻ എന്താണ് യഥാർത്ഥ പ്രണയമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ശാരീരിക ബന്ധം ഒരു സ്ത്രീയുമായി ഉണ്ടാകേണ്ടത്, അല്ലെ ഭാര്യയെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെ പലരിൽ നിന്ന് അറിയുകയും പ്രകൃതിയിൽ നിന്ന് തന്നെയൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിൻസിയും സ്ലീവാച്ചനും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു കഴിയുമ്പോൾ അന്ന് രാത്രി സ്ലീവാച്ചൻ റിൻസിയുമായിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുക, അവരാദ്യമായിട്ട് സംസാരിക്കുന്നത് അന്നാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം അവരാദ്യമായിട്ട് തുറന്ന് സംസാരിക്കുകയും അവർ തമ്മിൽ ഓക്കെ ആണ് എന്നവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ സിനിമ അവസാനിക്കുന്നു. കെട്ടിയോളാണെൻ്റെ മാലാഖ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച്. സമൂഹത്തിലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വലിയ ടോപ്പിക്കാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു ട്വിസ്റ്റോ ട്രെയിനിങ്ങോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു വിശേഷണം കൂടി തന്നെയാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ടെൻഷനുകളോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആണ്. പക്ഷേ എന്നാൽ അതൊന്നും അങ്ങനെയൊന്നുമല്ല എന്നുള്ള പല പല കാര്യങ്ങളും അല്ലെങ്കിൽ പല മിഥ്യാധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അതിനെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. എന്നാൽ ആ വിഷയത്തെ ഒരുപാട് വലിച്ചു നീട്ടാതെ ഒരുപാട് ഇന്നർ മീനിങ്ങുകളോ ഡബിൾ മീനിങ്ങുകളോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു വിഷയത്തെ ഈ തിരക്കഥാകൃത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. സെക്സ് എഡ്യൂക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചൊരു സിനിമയായിരുന്നു കെട്ടിയോളാണ് എൻ്റെ മാലാഖ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആബ്സെൻസ് ആയിരുന്നു സ്ലീവാച്ചനും റിൻസിയും തമ്മിലുള്ള ഇഷ്യൂകളുടെ എല്ലാം മൂല കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയും. തൊടുപുഴ പോലുള്ള ഒരു ഹൈ റേഞ്ച് മേഖലയിലാണ് ഈ കഥ നടക്കുന്നതെങ്കിലും വളരെ ബ്രോഡായിട്ടുള്ളൊരു തീമാണ് ഈ സിനിമ ചർച്ച ചെയ്തിരിക്കുന്നത്. അജി പീറ്റർ തങ്കമായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയെക്കുറിച്ച്. അഭിലാഷ് ശങ്കർ എന്ന സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു എടുത്തു പറയാൻ കഴിയുന്ന ഒരു സിനിമയായിരുന്നു കെട്ടിയോളാണിൻ്റെ മാലാഖ. കാരണം ഈ സിനിമയിൽ സ്ലീവാച്ചൻ്റെ വിവാഹം വളരെ ഭംഗിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു പാട്ടിലാണ് അത് കാണിക്കുന്നതെങ്കിലും ശരിക്കും ഒരു ഹൈ റേഞ്ച് മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ച് മേഖലയിൽ ക്രിസ്ത്യൻ കല്യാണം എങ്ങനെയാണെന്ന് നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ആ ഒരു സിനിമാറ്റോഗ്രഫിയുടെ മാജിക് കൊണ്ടായിരിക്കും നമ്മളും ആ കല്യാണ ചടങ്ങിൽ എവിടെയൊക്കെയോ നിൽപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയോടൊപ്പം തന്നെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എഡിറ്റിംഗ്. നൗഫൽ അബ്ദുള്ള എന്ന എഡിറ്ററിൻ്റെ ഒരു കഴിവിനെ അല്ലെ അദ്ദേഹത്തിൻ്റെ ആ ടാലൻറ്റിനെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് കെട്ടിയോളാണിൻ്റെ മാലാഖ എന്ന സിനിമ. കാരണം ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു ഷോട്ട് പോലും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു ആവശ്യമില്ലാത്ത ഒന്നും തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നില്ല. വളരെ മനോഹരമായ വളരെ ആസ്വാദകരമായിട്ടുള്ള 3 ഗാനങ്ങളാണ് വില്യം ഫ്രാൻസിസ് എന്ന മ്യൂസിക് ഡയറക്ടർ ഈ സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചത്. എപ്പോൾ കേട്ടാലും മനസ്സിനൊരു തണുപ്പ് തരുന്ന അല്ലെങ്കിൽ ഒന്ന് പ്രണയിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങളായിരുന്നു ഇതിലെ. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ആത്മാവിലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം എപ്പോൾ നമ്മൾ കേട്ടാലും ഒരു റിലാക്സേഷൻ നമുക്ക് ഈ ഗാനം നൽകുന്നുണ്ട്. കെട്ടിയോളാണെൻ്റെ മാലാഖ എന്ന ചിത്രം ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കൂടിയും സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും ഈ സിനിമ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം സ്ലീവാച്ചൻ തൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ കൂടിയും ഒരു വലിയ തെറ്റാണ് ചെയ്തത്. എങ്കിലും അയാളെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ അയാളെ സംരക്ഷിക്കുകയും അയാൾക്ക് വേണ്ടുന്ന എല്ലാ തിരിച്ചറിവുകളും അത് വിവാഹത്തിന് ശേഷം എല്ലാവരും നൽകുന്നുണ്ട്. അതായത് ഇടവകയിലെ വികാരിയച്ഛനാണെങ്കിൽ ശരി, അദ്ദേഹത്തിന് വിവാഹത്തിന് മുമ്പ് സ്ലീവാച്ചൻ അച്ഛനോട് പറയുന്നുണ്ട് വിവാഹത്തിന് ശേഷം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അയാൾ ഈ ഒരു കാര്യത്തിൽ ഇത്രയും വീക്കാണ് എന്ന്. അതിനുശേഷം അച്ഛന് പറ്റിയ തെറ്റാണത് എന്ന് അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അയാൾ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവാച്ചൻ്റെ ചേച്ചിമാരാണെങ്കിലും അളിയന്മാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഈവൻ വീട്ടിലെ ഒരു ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹവും എല്ലാം സ്ലീവാച്ചനെ ചേർത്ത് നിർത്തുകയും അയാൾക്ക് പറ്റിപ്പോയ ആ തെറ്റിനെ ഒരു ശരിയാക്കി മാറ്റാൻ കാരണക്കാരാകുന്നത് ഇവരെല്ലാം തന്നെയാണ്. 2019 ഒരു മികച്ച ഫാമിലി എൻ്റർടൈനറായിരുന്നു കെട്ടിയോളാണെൻ്റെ മാലാഖ. സമൂഹത്തിലെ വലിയൊരു പ്രശ്നത്തെ വളരെ ലളിതമായും മനോഹരമായും ഈ ചിത്രത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനും പ്രേക്ഷകനും നൽകി. അതുകൊണ്ട് തന്നെ ഈ ചിത്രം എല്ലാ മലയാളികൾക്കും ഒരു പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ ഇന്നും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതും ഒന്നാണ്. അതുതന്നെയാണ് ഒരു സംവിധായകൻ്റെയും ഒരു എഴുത്തുകാരൻ്റെയും വിജയം. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.